ഹലോ, അസ്സാം വലൈക്കും. എച്ച് ബ്ലോക്കിലേക്ക് സ്വാഗതം. എല്ലാ സുഹൃത്തുക്കൾക്കും. നമ്മളെ പോത്തുകുട്ടന്മാരെ വിശേഷമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അവരിപ്പോൾ നല്ല ഫുഡൊക്കെ കഴിക്കാൻ കൊടുന്നു കൊടുത്തുകയാണ്. പച്ചപ്പുല്ല് കുറച്ച് കിട്ടി, അത് കൊടുത്തു. അതെല്ലാം ഉസാറായിട്ട് തിന്നുന്നുണ്ട്. രാവിലെ കുറച്ച് ചോറ് കൊടുത്തതാണ് വേസ്റ്റ് റൈസ് ഉപയോഗിച്ചതേ. അതിപ്പോൾ കൂടുതൽ കൊടുക്കലില്ല. ഞാൻ അങ്ങനെ കണക്കൂട്ടി വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ ഇതിന് ചിലവാക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഒരു ദിവസം വേവിച്ചിട്ട് 2 ദിവസം രാവിലെ കുറേശ്ശെ കൊടുക്കും. പിന്നെ ഈ പച്ചപ്പുല്ല് കുറേശ്ശെ എവിടുന്നേലൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ പിന്നെ കൈത്തീറ്റയുടെ വലിയ ആവശ്യമില്ലേ. നമ്മൾ പച്ചപ്പുല്ല് ഇങ്ങനെ വള്ളി നാരും ഇതൊക്കെ പാടെ കുറേശ്ശെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല കൂടുതൽ. പിന്നെ കൈത്തീറ്റയുടെ ആവശ്യമില്ല. അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളിത് എന്തെങ്കിലുമൊക്കെ വേവിച്ചൊക്കെ കൊടുക്കേണ്ടി വരും. അല്ലാതെ തന്നെ നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരു മാസമായിട്ട് പിന്നെ കണക്കൂട്ടി നോക്കുമ്പോൾ വൈക്കോലും പിന്നെ ഇത് തവിടും ഇതൊക്കെ പാടെ നല്ലൊരു സംഖ്യ വരുന്നുണ്ട്. അപ്പോൾ ഇന്നുകൊണ്ട് കുറച്ചൊക്കെയാണ് കുറച്ച് കൊടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ പുല്ല് സംഘടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ കൈത്തീറ്റേണ്ട ആവശ്യമില്ല. പിന്നെ പച്ചവെള്ളം തന്നെ കൊടുക്കല്, തവിടൊന്നും ഇപ്പോൾ കൊടുക്കലില്ല. രാവിലെ കുറച്ച് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ചോറല്ലേ ഇവിടെ ഈ വേസ്റ്റ് റൈസ് ഉപയോഗിച്ച് അത് കൊടുത്ത് ഇപ്പോൾ 2 ദിവസത്തിനുള്ളതാണ് ഇപ്പോൾ ഉപയോഗിച്ചത്. ഇന്നും കൊടുക്കും, നാളെ രാവിലെയും കൊടുക്കും, മറ്റന്നാളും കൊടുക്കും. 8 ദിവസം കൊടുക്കലുള്ളൂ, കുറേശ്ശേ കൊടുക്കലുള്ളൂ. പിന്നെ ഈ പച്ചപ്പുല്ല് എവിടെയെങ്കിലും കുറേശ്ശേ രാവിലെ പോയി സംഘടിപ്പിച്ച് കൊടുക്കുകയാണ്. അല്ലാതെ പിന്നെ ഇതിങ്ങനെ കൂടുതൽ കൊടുത്തിട്ട് ഇങ്ങനെ കണക്കൂട്ടി നോക്കുമ്പോൾ ഇപ്പോൾ നമുക്കത് പിന്നെ വലിയ മെച്ചത്തിൽ വരില്ല. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പുല്ലോ വാഴയൊക്കെ കൊടുക്കലുണ്ടായിരുന്നു. വാഴ കൊടുത്താൽ വാഴക്കെല്ലാം ഉസാറായിട്ട് തിന്നും. അല്ലാണ്ട് വയറ് പെട്ടെന്ന് നിറയുകയും ചെയ്യും. നമ്മൾ ഇപ്പോൾ അത് പോകാത്തത് കുറച്ച് ഏറ്റിക്കൊണ്ടിരണം. വാഴ ഉണ്ട്, നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ട്, പാടത്ത് തന്നെ ഉണ്ട്, വെട്ടിക്കൊണ്ടുവരണം. പക്ഷേ എന്താണ് ഏറ്റിക്കൊണ്ടിരണം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അത് കൊടുക്കാത്തത്. വാഴയുടെ ഇലയൊക്കെ ഉണ്ട്. ഇപ്പോൾ അവിടുത്തെ പാടത്തിൻ്റെ തോട്ടുകരയിലൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ പുല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഇതും ഈ വേസ്റ്റ് റൈസ് ഉപയോഗിച്ചാൽ പിന്നെ വെള്ളം പിന്നെ പച്ചവെള്ളം ഇതന്നെ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. ആദ്യമൊക്കെ കുറേ കൂടുതലൊക്കെ കൊടുത്ത് നോക്കിയിരുന്നു. അങ്ങനെ കൊടുത്ത് ഇപ്പോൾ നമുക്കതുകൊണ്ട് വലിയൊരു ഇത് കിട്ടില്ല. എന്നാലിപ്പോൾ ഈ ഇറച്ചി കൂടാനിത് മതി, പുല്ലാണ് കൂടുതലും വേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ കാട്ടിൽ കൂടിയൊക്കെ വിട്ട് മേയ്ക്കുന്ന പോത്തുകൾക്ക് പച്ചവെള്ളം മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ. വേറെ എന്താ ഇപ്പോൾ കൊടുക്കുന്നത്? വേറെ ഗുളികയും കൊടുക്കുന്നില്ല, കൈത്തീറ്റയും കൊടുക്കുന്നില്ല. എന്നിട്ടും അവർ നല്ലോണം ഇറച്ചി കൂടുന്നുണ്ടല്ലോ. അതേമാതിരി തന്നെ പുല്ല് നല്ലോണം കൊടുക്കണം അവർക്ക് ആവശ്യത്തിന്. ഇപ്പോൾ ചെറിയ കുട്ടികളാണ്, ഇവർക്കായിരുന്നു ക്ഷീണം വന്നിരുന്നത്. ഇവർ ഉസാറായി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് 2 മാസം 1 മാസം ഇല്ലറി അവർക്ക് തീറ്റയൊന്നും ശരിയാകാത്തതുകൊണ്ട് അവർക്കൊരു കുറച്ച് ക്ഷീണം പറ്റി. പിന്നെ ഇപ്പോൾ നല്ല ചൂട് കാലമല്ലേ. ഇപ്പോൾ ഞാൻ 4 ദിവസമായിട്ടുള്ളൂ ഇപ്പോൾ ഇത് കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുള്ളൂ. ഈ തീറ്റപ്പുല്ല് കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുള്ളൂ. അതും പിന്നെ ഈ വൈക്കോലാണ്. വൈക്കോല് ചില സമയത്ത് ഇങ്ങനെ ഈ പൊടിയും മണ്ണുള്ളത് അങ്ങനെ ഇവർ കൂടുതൽ തിന്നൂല. പിന്നെ വിശക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ തിന്നല്ലാതെ പിന്നെ മേത്ത് പിടിക്കണമെങ്കിൽ പച്ചപ്പുല്ല് തന്നെ കുറച്ച് ദിവസം കിട്ടണം. അത് ഞാൻ സംഘടിപ്പിക്കുന്നുണ്ട്. കുറച്ച് സുഖമില്ലാതായപ്പോൾ കുറച്ച് ദിവസം കിട്ടിയിരുന്നില്ല അവർക്ക്. അതുകൊണ്ട് ഒന്ന് ക്ഷീണം ബാധിച്ചിരുന്നു. ഇപ്പോൾ ശരിയായി വരുന്നുണ്ട്. ഇവർക്കും തന്നെ അങ്ങനെ തന്നെ കൊടുക്കുന്നുള്ളൂ. ഓരോ ദിവസം കുറച്ച് വേസ്റ്റ് റൈസ് വേവിച്ചത് ഇവർക്കും കൊടുക്കും, ഓരോ പ്ലേറ്റ് അങ്ങനെ കൊടുക്കുള്ളൂ. അങ്ങനെ കൂടുതൽ കൊടുക്കലില്ല. കൂടുതൽ കൊടുത്തിട്ട് കാര്യമല്ല, നമുക്ക് മുതലാവട്ടെ. തടിയൊക്കെ പെട്ടെന്ന് നന്നാവും. എങ്ങനെ തടി നന്നാലും ഇപ്പോൾ നമ്മളിതിന് പൈസ കണക്ക് കൂട്ടുന്നത് ഒരു ദിവസം ഒരു 25 ഉറുപ്പ്യൻ്റെ മേലൊക്കെ ചിലവ് വന്നാൽ 25 അല്ല വരിക. വൈക്കോല് വാങ്ങുകയാണെങ്കിൽ അതിലും കൂടുമല്ലോ ചിലവ്. വൈക്കോല് വാങ്ങണമെങ്കിൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവരെ ചാണകം ഉണക്കി അത് വിൽക്കലുണ്ട്. ഇപ്പോൾ നമ്മളെ ആവശ്യത്തിനും പറമ്പിലേക്ക് പാടത്തൊക്കെ കവുങ്ങിനിടാനൊക്കെ എടുക്കലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വൈക്കോലിൻ്റെ പൈസ അങ്ങനെ കിട്ടും. പിന്നെ പുല്ല് സംഘടിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇപ്പോൾ പറ്റാതായപ്പോൾ ഞങ്ങളെ ഭാഗത്തൊക്കെ കിട്ടും. ഇവിടെ ഈ പാടത്തിൻ്റെ തോടിൻ്റെ കരയിൽ എത്രയോ ആൾക്കാരാണ് അരിഞ്ഞ് കൊണ്ടുപോകുന്നത്.
വൈക്കോലും കൊടുക്കും, ഒരു രണ്ടും കൊടുക്കും, പുല്ലും കൊടുക്കും. ഇവർക്ക് ഒരു 2 കെട്ട് ചെറിയ കെട്ട് കൊടുന്നാണ് അവർക്കൊരു കെട്ടും ഇവർക്കൊരു കെട്ടും ഇവർക്ക് തീർന്നു.